ഐഡിയസ് വെൽക്കം ടു എലിക്സിയർ IAS. നമ്മുടെ IAS ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമായുള്ള ഡെയിലി ഡോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ കാർബൺ മോണോക്സൈഡിന് സൈലന്റ് കില്ലർ എന്നുകൂടി പറയാറുണ്ട്. ആൻഡ് ബിഫോർ ഹെഡിങ് ടു ദ ടോപ്പിക് ഇൻ ഡീറ്റെയിൽ, എലിക്സിയർ IAS അക്കാഡമിയുടെ IAS ഫൗണ്ടേഷൻ കോഴ്സിന്റെ സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മക്കളെ 2025 ഒരു പുതിയ തലത്തിലേക്ക് അവരുടെ അക്കാഡമിക് നോൺ അക്കാഡമിക് സ്കിൽസ് ഒക്കെ വളരെയധികം ഉയർത്താൻ വേണ്ടിയുള്ള ഒരു കോഴ്സാണ് നമ്മുടെ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സ് അഥവാ IAS ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ഭാവിയിൽ അവർ അറ്റംപ്റ്റ് ചെയ്യേണ്ട കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള നീറ്റ്, JEE, NDA, CLAT, അതുപോലെ UPSC സിവിൽ സർവീസസ്, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇതിനൊക്കെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ IAS ഫൗണ്ടേഷൻ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്കും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ വിളിക്കാവുന്നതാണ്. ആൻഡ് ഹെഡിങ് ടു ദ ടോപ്പിക് ഇൻ ഡീറ്റെയിൽ, കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ഈ അടുത്ത് 2 ദിവസം മുമ്പ് ജോർജിയയിലെ ഗുദൌരി സ്കൈ റിസോർട്ടിൽ 12 ഇന്ത്യൻ നാഷണൽസ് ആണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിലൂടെ മരണപ്പെട്ടത്. 12 Indian nationals died from carbon monoxide poisoning at the Gudaury Sky Resort in Georgia. Carbon monoxide poisoning is a serious and often fatal condition that occurs when individuals inhale high levels of this colorless, odorless gas. നമുക്കറിയാം കാർബൺ മോണോക്സൈഡിനെ സൈലന്റ് കില്ലർ എന്നുകൂടി നമ്മൾ പറയാറുണ്ട്. ആൻഡ് കാർബൺ മോണോക്സൈഡ് ഒരു അളവിൽ കൂടുതൽ ഇൻഹെയിൽ ചെയ്താൽ, നമ്മൾ ശ്വസിച്ചാൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി സീരിയസ് ആൻഡ് ഓഫൻ ഫാറ്റൽ കണ്ടീഷൻ. മാരകമായ ഒരു അവസ്ഥയാണ് കാർബൺ മോണോക്സൈഡ് കൂടുതൽ അളവിൽ ശ്വസിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത്. നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് കളർലെസ് ആണ്, കളറില്ലാത്ത, ഓർഡർലെസ്, മണമില്ലാത്ത ഒരു ഗ്യാസ് ആണ്. സോ നമ്മളത് ശ്വസിക്കുമ്പോൾ നമ്മൾ അറിയാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണത്? ബിക്കോസ് ഇറ്റ് ഈസ് കളർലെസ്. അതിന് കളറില്ല, അതുപോലെ അതിന് ഗന്ധവുമില്ല, മണവും ഇല്ല. So that is why it's commonly referred to as silent killer. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡിനെ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. Then moving on, these are the sources of carbon monoxide. ഇതൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് ജനറേറ്റ് ചെയ്യാനുള്ള സോഴ്സസ് എന്ന് പറയുന്നത്. പ്രധാനമായും കാർബൺ മോണോക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ കണ്ടെയ്നിങ് ഫ്യൂവൽസ് ആണ്. അതായത് കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഫ്യൂവൽസിന്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ്. പൂർണ്ണമായും കത്താത്ത അവസ്ഥയിലാണ് കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നത്. കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഫ്യൂവൽസിന്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ, പൂർണ്ണമായും കത്താത്തത് കൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് എന്നുള്ള ഈ ഒരു ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് ഗ്യാസ് അപ്ലയൻസസ് എന്നാവാം, വെഹിക്കിൾസ് എന്നാവാം, ഹീറ്റിംഗ് സിസ്റ്റംസ് എന്നാവാം. സോ ദീസ് ആർ ദി കാർബൺ മോണോക്സൈഡ് ജനറേറ്റിംഗ് സോഴ്സസ്. നമുക്കറിയാം 2 വർഷം മുമ്പ് മലയാളത്തിലെ ഒരു നടൻ, ഒരു ഫിലിം ആക്ടർ കാർബൺ മോണോക്സൈഡ് പോയ്സണിലൂടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രാത്രി അദ്ദേഹത്തിന്റെ കാറിൽ AC ഓൺ ചെയ്ത് ഉറങ്ങുമായിരുന്നു. സോ അതിന്റെ റീസൺ ആയിട്ട് പറയപ്പെടുന്നത് AC-യിൽ വന്ന ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണ്. അതിലൂടെ കാർബൺ മോണോക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. സോ അതിന്റെ ഇൻഹേൽ, അത് ഒരു അളവിൽ കൂടുതൽ ശ്വസിച്ചുകൊണ്ടാണ് ആ ഒരു മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സൈലന്റ് കില്ലർ. നമ്മൾക്ക് അറിയാൻ പറ്റില്ല, കാരണം അത് കളർലെസ് ആണ്, അതുപോലെ ഓർഡർലെസ് ആണ്, അല്ലെ? കളറില്ല, അതുപോലെ ഗന്ധവും മണവും ഇല്ലാത്ത ഒരു സംഭവമാണ്. യെസ്. ദെൻ ദീസ് ആർ ദ സിംറ്റംസ് ലീഡിംഗ് ടു കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. യെസ്. ദെൻ when inhaled, carbon monoxide binds with hemoglobin in the blood more effectively than oxygen, preventing the body from receiving oxygen. അതായത് നമ്മൾ കാർബൺ മോണോക്സൈഡ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് ഹീമോഗ്ലോബിനുമായിട്ട് വളരെ പെട്ടെന്ന് ബൈൻഡ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ, ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡിന് ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. സോ ഇറ്റ് പ്രിവെന്റ്സ് ദ ബോഡി ഫ്രം റിസീവിങ് ദി ഓക്സിജൻ. നമുക്കറിയാം ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയുമ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും നമ്മൾ വീക്ക് ആവും. ആൻഡ് ഗ്രാജുവലി നമ്മൾ മരണത്തിലേക്ക് നയിക്കപ്പെട്ടേക്കാം. ഓക്കെ, യെസ്. സോ ദിസ് വാട്ട് ഹാപ്പനിങ് വെൻ ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്, വെൻ കാർബൺ മോണോക്സൈഡ് വെൻ വി ഇൻഹെയിൽ കാർബൺ മോണോക്സൈഡ്, ഇറ്റ് ബൈൻഡ്സ് ഈസിലി. അത് ഹീമോഗ്ലോബിനുമായിട്ട് ഈസിലി എന്തായും ഇഫക്റ്റീവ്ലി അല്ലെങ്കിൽ ഈസി ആയിട്ട് ബൈൻഡ് ചെയ്യപ്പെടും. റൈറ്റ്. ദെൻ ഇങ്ങനെ ബൈൻഡ് ചെയ്യപ്പെടുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? യെസ്, ഈ പറയുന്ന നമ്മുടെ ബ്ലഡിന് ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ
ദീസ് ആർ ദ സിംറ്റംസ്. ഇതൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിലൂടെ കാണിക്കുന്ന ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്ന് പറയുന്നത്. ഹെഡ് ഏക്ക് വരാം, വീക്ക്നെസ് വരാം, കൺഫ്യൂഷൻ വരാം, ഡിസീനസ് വരാം, നോസിയ വരാം, ചെസ്റ്റ് പെയിൻ വരാം. സോ ഇതൊക്കെ ആയിരിക്കും കാർബൺ മോണോക്സൈഡിന്റെ അമിതമായ ഇൻഹെയിലൂടെ, അമിതമായി ശ്വസിക്കുന്നതിലൂടെ നമുക്ക് വരാവുന്ന സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. വൈ ഇറ്റ്സ് കോൾഡ് സൈലന്റ് കില്ലർ. എന്തുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡിനെ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്? ദ ടേം സൈലന്റ് കില്ലർ റിഫ്ലെക്ട്സ് ദ ഇൻസീഡിയസ് നേച്ചർ ഓഫ് ദി കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ഇൻസീഡിയസ് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? പതുങ്ങിയിരുന്ന് ഉപദ്രവിക്കുക എന്നാണ് ഇൻസീഡിയസ് എന്നുള്ള ടെർമിനോളജിന്റെ മലയാളം മീനിങ്. ഓക്കെ, പതുങ്ങിയിരുന്ന് ഉപദ്രവിക്കുക. ബിക്കോസ് വെൻ വി ഇൻഹേൽ കാർബൺ മോണോക്സൈഡ് വി മെ നോട്ട് ബി നോയിങ്, അല്ലെ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ കളർലെസ്, ഓർഡർലെസ് ഗ്യാസ്. അത് കളർലെസ് ആണ്, അതുപോലെ ഓർഡർലെസ് ഗ്യാസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അറിയില്ല. Then victims may be unaware. Victims എന്താവാം? അൺഅവെയർ ആവും. They are being poisoned until it is too late. കുറേയധികം സമയം കഴിഞ്ഞാൽ മാത്രം, അതായത് ഈ ലക്ഷണങ്ങളൊക്കെ, വീക്ക്നെസ്, അതുപോലെ കൺഫ്യൂഷൻ, ഡിസീനസ്, ഈ പറയുന്ന ഹെഡ് ഏക്ക്, ഇതൊക്കെ വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ എന്താ അറിയുന്നുണ്ടാവുക, നമ്മൾ ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിന് വിധേയമായി എന്നുള്ളത്. റൈറ്റ്? സോ ഇതുകൊണ്ടാണ് സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ വെരി റീസൺ വൈ വി കോൾ carbon monoxide as a silent killer. Okay, so these are the most important facts about carbon monoxide. Let's have a quick revision. Okay, yes, ജോർജിയയിലെ ഗദൌരി സ്കൈ റിസോർട്ടിൽ 12 ഇന്ത്യൻസ് ആണ് റീസെന്റ് കാർബൺ മോണോക്സൈഡ് പോയ്സണിലൂടെ മരണപ്പെട്ടത്. ആൻഡ് ഇറ്റ്സ് ഇസ് വെരി സീരിയസ് ആൻഡ് ഓഫൺ ഫാറ്റൽ കണ്ടീഷൻ. മാരകമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കപ്പെട്ടേക്കാം നമ്മൾ കൂടുതൽ അളവിൽ കാർബൺ മോണോക്സൈഡ് ഇൻഹേൽ ചെയ്യുവാണെങ്കിൽ. ആൻഡ് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ദെൻ ഇതാണ് സോഴ്സസ്. ഇൻകംപ്ലീറ്റ് കമ്പഷൻ, കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഫ്യൂൾസിന്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ കൊണ്ടാണ്, ഇൻകംപ്ലീറ്റ് അതായത് പൂർണ്ണമായും കത്താത്തത് കൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നത്. അത് ഗ്യാസ് അപ്ലയൻസസ് വെഹിക്കിൾസിനാവാം, ഹീറ്റിംഗ് സിസ്റ്റംസിനാവാം. ഓക്കെ, യെസ്. ദെൻ സിംറ്റംസ്, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ അതിന്റെ സയന്റിഫിക് ഫാക്ട് എന്ന് പറയുന്നത്, നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസിലി ബൈൻഡ്സ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് മോർ ഇഫക്റ്റീവ്ലി ദാൻ ഓക്സിജൻ. ഓക്സിജനേക്കാളും ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെടും. ആൻഡ് അത് അപ്പോഴെന്താ സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? യെസ്, നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ എടുക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിന് ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. ഗ്രാജുവലി ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, ഹെഡ് ഏക്ക്, വീക്ക്നെസ്, കൺഫ്യൂഷൻ, ഡിസീനസ്, നോസിയ, ചെസ്റ്റ് പെയിൻ. ഓക്കെ, ദെൻ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻസീഡിയസ് നേച്ചർ, അല്ലെ? പതുങ്ങിയിരുന്ന് ഉപദ്രവിക്കുക. And അതിന്റെ reason, the very reason behind this insidious nature is the very gas, the carbon monoxide, or carbon monoxide is a colorless, odorless gas, right? Yes. So victims may be unaware, and അവർ unaware ആവും. Okay, because they are being poisoned. Okay, because until too late, അത് വളരെ സമയം കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ പോയിസൺഡ് ആണെന്ന് മനസ്സിലാവുന്നത്. ബിക്കോസ് ഓക്കെ, അതിനുശേഷം, ബിക്കോസ് ഈ പറയുന്ന ഹെഡ് ഏക്ക്, ഈ പറയുന്ന സിംറ്റംസ്, ലക്ഷണങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ഈസ് എ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഇസ് നോൺ ആസ് ദ സൈലന്റ് കില്ലർ? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്, ആൻഡ് ഓപ്ഷൻ ഡി നൈട്രജൻ. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, കമന്റ് ചെയ്യാവുന്നതാണ് ആൻസർ. ഓക്കെ, റൈറ്റ് ആൻസർ ചെയ്യാം. ദെൻ ബിഫോർ വൈൻഡിങ് അപ്പ്, നമ്മുടെ IAS ഫൗണ്ടേഷൻ കോഴ്സിന്റെ സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൾ ചെയ്യാവുന്നതാണ്. ആൻഡ് 2024, ഓക്കെ, നമ്മുടെ കുട്ടികൾ വളരെയധികം പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും, അവരുടെ അക്കാഡമിക്, നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് 2025 അവരൊരു പുതിയ ഒരു തലത്തിലേക്ക്, അവരുടെ അക്കാഡമിക് ആയിക്കോട്ടെ, മറ്റ് നോൺ അക്കാഡമിക് സ്കിൽസ് ആയിക്കോട്ടെ, എന്തും ഒരു പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ അവർ ഭാവിയിൽ എഴുതേണ്ട കോമ്പറ്റേറ്റീവ്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ട കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ, നീറ്റ്, JEE, NDA, UPSC, സിവിൽ സർവീസസ്, അതുപോലെ മറ്റ് സ്കോളർഷിപ്പ് എക്സാംസ്, ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ച് ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കോഴ്സ് സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ച് എന്ന് പറയുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഓഫ് കോഴ്സ്, ആൻഡ് ഏപ്രിൽ, മെയ് നമുക്ക് സമ്മർ വെക്കേഷൻ ആണ്. ഈ ഒരു സമ്മർ വെക്കേഷനിൽ റെഗുലർ ക്ലാസ്സസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ മക്കൾക്ക് അവൈലബിൾ ആകും. സോ ഏറ്റവും നല്ലൊരു പോസിബിലിറ്റി ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ, എലിക്സർ IAS അക്കാഡമിയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് എല്ലാ മത്സര പരീക്ഷകൾക്കും
നമുക്ക് നമ്മുടെ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കാം. ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, അതുപോലെ റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിങ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, മാത്സ്, റീസണിങ്, ഇതൊക്കെ കൂടിയുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IAS ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So thank you for watching. See you in the next class. Take care.